ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞ് റെസിപ്പി ഉണ്ട് കേട്ടോ. അതായത് ഉള്ളിവട റെസിപ്പി ഉണ്ട്. പിന്നെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി ഹോൾ കേട്ടോ. എന്താ മേടിച്ചതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് ചായ എടുത്തു കേട്ടോ. ശർക്കര ചായ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതന്നെ എടുത്തു. പിന്നെ ഞാൻ ഉള്ളിവട ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനൊരു സവാള നന്നായി നല്ല സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, വേപ്പില. അപ്പോൾ ഇത് നല്ലോണം കൈവച്ച് തന്നെ തിരുമാട്ടോ. അതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് പാകത്തിന് കടലമാവും, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി. ഇത്രയുണ്ട് ഞാൻ പൊടികളായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ചൊരു അരിപ്പൊടിയും കൂടി ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിവട നല്ല മുരിമുരി ഇട്ട് വരാനായിട്ട് നമ്മൾ അരിപ്പൊടി ചേർക്കുമല്ലോ. അപ്പോൾ അതങ്ങനെ കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം പാകത്തിന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ നോക്കിയിട്ട് നമുക്ക് കൈ കൊണ്ട് ഇട്ട് വറുക്കാനുള്ള ഒരു ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ളം. അപ്പോൾ ഈ ഒരു പരുവത്തിനാട്ടോ എനിക്ക് കിട്ടിയത്, ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ കുറച്ച് കട്ടി കുറഞ്ഞിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. എനിക്ക് കനം കുറഞ്ഞതാണ് ഇഷ്ടമുള്ളൂ. അപ്പോൾ നല്ലോണം മൊരിയിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഇത്രയുള്ള കേട്ടോ റെസിപ്പി. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഉള്ളിവടയൊക്കെ ആകും. ചായ തിളപ്പിക്കുന്ന സമയം കൊണ്ട് തന്നെ ഉള്ളിവടയാകും. പിന്നെ നമുക്ക് കുഞ്ഞൊരു ഹോളെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചോ. അപ്പം ഞാൻ അത് ആ ഒരു ഹോൾ നമുക്ക് കാണാം കേട്ടോ. ഹായ്. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് ഹോൾ വീഡിയോ ആണ് ഇത്. അപ്പം ഞാൻ ഈ മുമ്പ് വ്ളോഗ് ഇട്ടിട്ടുണ്ട് ഷോപ്പിങ്ങിനൊക്കെ പോയത്. അധികം സാധനങ്ങളൊന്നും അല്ലാതെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ബുക്കും കാര്യങ്ങളുമാണ്. അപ്പം ഞാൻ ഇവരെ കൊണ്ട് തന്നെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. ഇതാണ്ട് എൻ്റെ 2 മക്കള്. അപ്പം ഇവരെ കൊണ്ട് കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം അവരെന്നെ കാണിച്ചു തരും കേട്ടോ. അവരുടെ ബാഗൊക്കെ ഓരോരുത്തരുടെ കാണിച്ചു കൊടുക്കും. ഇനി ഞാൻ കുറേ അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയതാണ്. അവൻ അയൺമാൻ്റെ ബാഗ് വേണമെന്ന് പറഞ്ഞിരുന്നിട്ട് കിട്ടിയതാണ്. സ്പൈഡർമാൻ്റെ ഉണ്ടോ കിട്ടിയത്. പിന്നെ പിന്നെ സ്പൈഡർമാൻ്റെ. അപ്പൊ അയൺമാൻ്റെ ബാഗാണ് കിട്ടിയത്. അത് ഇത് മൂത്താളുടെ കേട്ടോ. അപ്പോൾ ഇവൻ 4ാം ക്ലാസ്സിൽ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സാധാ ഒരു ടൈപ്പ് ബാഗാണ് മേടിച്ചിട്ടുണ്ട്. ഇത് ഇവൻ്റെ ബാഗാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മേടിച്ചിട്ടുണ്ട് നെയിം സ്ലിപ്പുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതെ, ഇതാണ് നെയിം സ്ലിപ്പുകൾ. അതും സ്പൈഡർമാൻ്റെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതെ സ്കെയില്, സാധാ സ്കെയിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് ഗെയിം കളിക്കാൻ സ്കെയിൽ വേണമെന്ന് പറഞ്ഞത് ഗെയിം കളിക്കാൻ സ്കെയിലൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ കൊണ്ടുപോയത് ഗെയിം കളിക്കാൻ വേണ്ടിയാണെന്ന് അറിയാം. പിന്നെ അതെ റബ്ബർ 2 എണ്ണം മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ. അത്യാവശ്യത്തിന് വെള്ളം മാത്രം ആവശ്യത്തിന് മേടിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാടായിട്ടുണ്ടെങ്കിൽ കൊണ്ട് കളയിലും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ അതേ ബുക്കുകൾ കേട്ടോ, അതാണ് കാണിച്ചിട്ടുണ്ട്. മോൻ്റെ ബുക്ക് എവിടെ? മറ്റേ അയ്യന്മാരുടെ ബുക്ക്. അപ്പോൾ അതേ ബുക്കുകളൊക്കെ. അപ്പോൾ എത്ര ബുക്കുണ്ട് മൊത്തം എത്ര ബുക്കുണ്ട്? 800. അപ്പോൾ ഇത്രയും ഇവർക്ക് 4 ലൈൻ 2 ലൈൻ അങ്ങനത്തെ ബുക്കുകളാണ് വേണ്ടത്. അപ്പോൾ ഒരാൾ 4ലും ഒരാൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ബുക്കുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അവരൊക്കെ ബുക്കിൻ്റെയൊക്കെ ലിസ്റ്റ് തന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അപ്പോൾ അതനുസരിച്ച് ആവശ്യത്തിനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സിൻ്റെ പഴയ തന്നെയാണ് സ്പൈഡർമാൻ്റെ. എല്ലാ സ്പൈഡർമാൻ്റെ ഇതാണ്ടെങ്കിൽ ഇയാളാണ് സ്പൈഡർമാൻ്റെ ആണ്. അപ്പോൾ ആൾക്ക് ഒക്കെ സ്പൈഡർമാൻ്റെ ആണ് ബാഗും കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ട്. നിവിനിക്ക് അങ്ങനെ പ്രശ്നമില്ല. പിന്നെ ബോക്സ് പഴയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റൊക്കെ ആയപ്പോൾ മേടിച്ചതാണ്. ഇങ്ങനെ കടയിൽ പോയപ്പോൾ സ്പൈഡർമാനാണ് മേടിച്ചത്. പുതിയതൊന്നും മേടിച്ചില്ല. അപ്പോൾ ബുക്കും ബാഗും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ആവശ്യത്തിനത്. പിന്നെ ലഞ്ച് ബോക്സ്, പിന്നെ വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടില്ല, അത് മേടിക്കാനുണ്ട്. പിന്നെ ലഞ്ച് ബോക്സും കഴിഞ്ഞ വർഷത്തെ തന്നെ ഉണ്ട്. പിന്നെ അതും പുതിയൊന്നും മേടിക്കാനില്ല. അപ്പോൾ ഇതൊരു കുഞ്ഞു ഹോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരെ മക്കളുടെ സാധനങ്ങളല്ല. അപ്പോൾ മക്കളെ കൂടി കൂട്ടിയിരുത്തി വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ വേഗം വന്നിട്ട് 2 പേര്. അപ്പോൾ അവനെ കാണിക്കേണ്ടതാണ്, ബുക്ക് കാണിക്കുന്നുണ്ട്. മോൻ്റെ അയൺമാൻ്റെ ബുക്ക് എവിടെ? അയൺമാൻ്റെ ബുക്ക് മേടിച്ചിട്ടുണ്ട്. ആൾക്ക് പടം വരയ്ക്കാനാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി മേടിച്ചത്. അപ്പോഴേക്കും നമുക്കിനി അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.